ഒരു വരവ് വന്നു എൻ്റെ അടുത്തിട്ട്. പിന്നെ ഞാൻ പെതുക്കെ സമാധാനത്തിൽ നിന്നപ്പോൾ ഇവനങ്ങ് സൈലൻ്റ് ആയതാണ്. കുഞ്ഞു വീടല്ല, അത്യാവശ്യം നല്ല വലിയ വീടാണ്. നമ്മളങ്ങനെ ലൊക്കേഷൻ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിനാക്കൽ പോയിന്റ് എന്ന് പറയുന്ന വളരെ വലിയ വ്യൂ ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പക്ഷെ ആ ഏരിയ ആണ്. പക്ഷെ കറക്റ്റ് പോയിന്റിലൂടെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാൻ മേല. പിനാക്കൽ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു. എന്താ നോക്കുന്നത്? അത് തന്നെ കറക്റ്റ് ആ വീട് തന്നെ. ബാക്കിലോട്ട് പോട്ടെ. അപ്പം നമ്മൾ പടത്തിൽ കണ്ട വീട്ടിലേക്ക് എത്തിക്കഴിയുകയാണ്. സംഗതിയുണ്ട്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അയ്യോ തട്ടി. ആ മഞ്ഞും കോടയൊക്കെ ഉണ്ട്. പിനാക്കൽ പോയിട്ട് തന്നെ. ഇതാണ് വീട്. ആ അതെല്ലാം ചെയ്യണം. ആ വള്ളം ചെയ്യണ്ട, മേളത്തതില്ല. ഈ സൈഡിൽ 2 എണ്ണം. ഇതാണ് നല്ല രസമാണ്. നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ. കോടമഞ്ഞുണ്ട്, ഭംഗിയായിട്ട് കോടമഞ്ഞുണ്ട്. ആണ് കോടമഞ്ഞുണ്ട്. ആ റോഡ് മൊത്തം കോട കിടക്കൊണ്ട് രാവിലെ 8 മണിയായി. റിയാസ് ഭായി ആണ്. റിയാസ് ഭായി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ കറക്റ്റ് വീടിന് ഫോട്ടോ കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ നമ്മൾ കണ്ടായിരുന്നല്ലോ നേരത്തെ ഇതിൻ്റെ. അതുകൊണ്ട് നല്ലൊരു വൈബ് ഏരിയ കേട്ടോ. നല്ല ഭംഗിയാണ് കണ്ടേ. ഇദ്ദേഹമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പേരെന്തായിരുന്നു? അരുൺ ബാബു. അരുണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? ആ അപ്പോൾ നമ്മുടെ ഈ അടുത്ത് ഒരുപാട് വർക്കും ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് ഓരോന്ന് കാണാൻ പറ്റുന്നത്. സന്തോഷം. അപ്പോൾ നമ്മളൊരു ചെറിയ വർക്കാണ് ഇവിടെ തുടങ്ങാൻ പോവാണ്. അവിടെ ഈ കാണുന്ന ഒരു ഏരിയയിലോട്ടൊരു 500 സ്ക്വയർ ഫീറ്റിന് കുറച്ച് 500 സ്ക്വയർ ഫീറ്റ് മേലെ കാണും. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തതിന് ശേഷം അളവെടുത്തിട്ട് പറയാം. അപ്പം ലുക്ടോപ്രൂഫിങ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ പിനാക്കൽ പോയിന്റിലേക്ക് പോവുകയാണ്. അടിപൊളിയാണ് കേട്ടോ. പിനാക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഞാൻ കരുതി ഒരു സ്ഥലം മാത്രമായിരിക്കുമെന്ന്. പക്ഷേ പിനാക്കൽ വ്യൂ പോയിന്റ് ഞാൻ ആ വീടിൻ്റെ അടുത്തുനിന്ന് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ നടന്നു വന്നതാണ്. പക്ഷേ നല്ല കിതപ്പുണ്ട് എനിക്ക് നടന്നിട്ട്. നേരത്തെ ഈ കൊറോണ വന്നിട്ടുണ്ടായത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. കാരണം 1.5 വർഷമായി കൊറോണ വന്നിട്ട്. എന്നിട്ട് പോലും അത് മാറുന്നില്ല. വളരെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടില്ല, ഞാൻ നടന്നു. ഈ വ്യൂ പോയിന്റ് നിങ്ങളൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ഈ വളവ് തിരിയുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ വ്യൂ പോയിന്റ് കാണുന്നത്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ വീടിൻ്റെ വർക്കിന് വന്നത്. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വൈബ് ഏരിയകൾ. പക്ഷേ ഞാൻ ആ സമയത്തൊന്നും ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇങ്ങനെ വീഡിയോ എടുത്തിടാം, ആളുകളൊക്കെ കാണും. ഏതാണ്ട് ഒരു ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഈ പോയിന്റ് മനോഹരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. രാവിലെ ഇദ്ദേഹം വന്നതായിരിക്കും. ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ എൻ്റെ ജോലി നടക്കുന്ന സ്ഥലവും കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ഷാൻ. എവിടുത്തുകാരനാ? തടിക്കാട്. ഇവിടെ ഇങ്ങനെ രാവിലെ വന്നിരിക്കുമോ? ഇന്ന് ലീവാണോ? അല്ല, ഞാൻ നാട്ടിൽ വന്നപ്പോൾ സ്ഥിരം വരുന്നത്. അത് ശരി. ഞങ്ങളിവിടെ തൊട്ടടുത്തൊരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എനിക്ക് റൂഫിംഗ്, കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല
ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അതിൽ റവന്യൂ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ അവർക്ക് ഞാൻ വന്ന സ്ഥലം ഇങ്ങനെ ഈ മനോഹരമായ സ്ഥലം കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു മോശമായിരിക്കും. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ് ഞാൻ കാണുന്നത് സ്ഥിരമായിട്ട്. എനിക്ക് ഒരുപാട് യാത്രയുള്ള ആളാണ്. കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും. ഇനി കേരളത്തിൽ നിന്ന് പുറത്തോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഒറീസയിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ നമുക്ക് വീഡിയോ തരാൻ പറ്റും. അതൊക്കെ മംഗലാപുരത്ത് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയില്ല. വളരെ അതൊരു മിസ്സായിപ്പോയി. ഏതായാലും ഇതാണ് പിനാക്കിൾ പോയിൻ്റ് എന്ന വല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ്റെ മുകൾ. ഇവിടെ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ മിസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ ഓടി വരാനുള്ളൊരു സമയം. ഞങ്ങൾ 4-5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനത്തെ ഉള്ള എവിടെയെങ്കിലും പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാനത് വിഷ്വലിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ നമ്മുടെ ചെറിയ കുഞ്ഞു വർക്ക് കാണണം പോയി. അടിപൊളി സ്ഥലമല്ലേ? തൊട്ടടുത്ത് ഇരിക്കുന്ന റബ്ബർ വളർന്നു പോയി. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. ഇതിൻ്റെ കുറച്ച് വരുന്ന വഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഈ തൊട്ടടുത്ത പ്രദേശവാസികൾക്കൊക്കെ, അതായത് കരുനാഗപ്പള്ളി, കൊല്ലം, ഓച്ചിറ, കായംകുളം, അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ വരാവുള്ളൂ. കാര്യം അത്ര വലിയ ഗംഭീരമെന്ന് പറയാനുള്ള രീതിയിൽ ഇങ്ങോട്ട് വരരുത്. കാരണം ഇതൊരു ചെറിയൊരു ഡെസ്റ്റിനേഷനാണ്. കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്നിരുന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഷാൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ഇരുന്ന് കൊണ്ടെടുത്ത വീഡിയോ ആണ്. വിഷ്വൽസാണ് ഈ കാണുന്നത്. നമ്മൾ ഒരു സാധാരണ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റേതായ കാഴ്ചപ്പാടിൽ നിങ്ങൾ കാണാവുള്ളൂ. നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ തൊഴിലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് കണ്ണിന് കുളിര് പകരുന്ന നല്ല സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അതൊക്കെ നമുക്കിനി വീഡിയോയിൽ ഉൾപ്പെടുത്താം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് ആളുകളെ സഹായിക്കുകയും സഹകരിക്കുകയും അവരുടെ വീഡിയോകൾ കാണുകയും തൊഴിൽ രംഗത്തിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കേരളീയ ആൾക്കാർക്ക് അവർക്ക് വലിയ സംഭവമൊന്നും വേണ്ട. നന്മയുള്ള ആളുകളെ എപ്പോഴും സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മടി കൂടാതെ തന്നെ നിങ്ങളൊരു കമൻറ്റ് എഴുതുക, ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അത് വളരെ മനോഹരമായൊരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ഇങ്ങനത്തെ പച്ചപ്പേറിയ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും സമയം ചിലവഴിക്കാനും ഒക്കെ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പം നമ്മളാണ്ട് ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു മനോഹരമായ ഒരു വിഷ്വൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വലത് സൈഡിലായിട്ട്. അവർ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഷിംഗിൾസ് ചെയ്യുന്ന ടീമാണെന്ന്. നമ്മളെപ്പോഴെങ്കിലും അവർ അറിയുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ഷിംഗിൾസ് ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ ഈ റൂഫൊക്കെ കുറച്ചുകൂടെ ഭംഗിയാവും. ഈ പൂവും ചെടിയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പം ആ വീട് കുറച്ചുകൂടെ ഭംഗിയാവും, സുരക്ഷിതമാകും. അപ്പം അപ്പോൾ വീഡിയോ കാണാം. ആ വണ്ടി കിടക്കുന്നത് നമ്മുടെ വണ്ടിയാണ്. പിക്കപ്പ് നല്ല വീടല്ലേ? അപ്പം ഷാനാണ് നമ്മളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് അങ്ങോട്ട് നടന്ന് കിതച്ചു പോയി. ഞാൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഇവിടുന്ന് നടന്ന് ആ തേര് കയറിയപ്പോൾ എനിക്ക് ശ്വാസം ഇല്ലാണ്ടായി പോയി. നിങ്ങൾക്ക് ശീലമാണത്. മലപ്പുറം ജില്ലയിലെ ആൾക്കാർക്ക് ശീലമാണ് അവിടെ ഇങ്ങനെ കയറ്റം കയറുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു വീടല്ല, അത്യാവശ്യം നല്ല വലിയ വീടാണ്. ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷാൻ ഇങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ്. ഷാന് അവിടെ നിന്ന് ആസ്വദിക്കാൻ വന്നതാണ്. പിനാക്കൽ വ്യൂ പോയിന്റിൽ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഓക്കെ.
ഞാൻ ഓർക്കാണ്ട് ഈ സിറ്റ് ഔട്ടിലോട്ടൊന്ന് ചാടി കയറി വന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഇവന് ഒരു വരവ് വന്ന്, ഇവൻ വേട്ടപ്പട്ടിയാണ്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ കാണുന്ന ഒരു പ്രത്യേകതരം നായയാണ്. ഇവനൊരു വരവ് വന്ന് എൻ്റെ അടുത്തിട്ട്. പിന്നെ ഞാൻ പെതുക്കെ സമാധാനത്തിൽ നിന്നപ്പോൾ ഇവനങ്ങ് സൈലൻ്റ് ആയതാണ്. പെട്ടെന്ന് ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തത്. ഒരു രക്ഷയില്ലട്ടോ. ഇവന് എനിക്ക് തോന്നുന്നു എന്നെ ഇതിനകത്തോട്ട് വിടത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. എനിക്കൊരു പേടിയുണ്ട്. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഇവൻ ഇങ്ങനെ മൂളുന്നുണ്ട് ഒരു പ്രത്യേക സൗണ്ടിൽ. ഇവന് വേറെ ഐറ്റം, വേറെ സാധനം. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകാം. ഇവന് ഞാൻ അനങ്ങുമ്പോൾ എൻ്റെ അടുത്തോട്ട് അനങ്ങി വരികയാണ്. എന്തായാലും ഞാനിങ്ങ് റൂമിൽ കയറി. അവനങ്ങ് പെതുക്കെ പിൻവാങ്ങിയിട്ടുണ്ട്. സമാധാനം. ഞാൻ റോഡിൽ നിന്ന് പെട്ടെന്ന് അകത്തോട്ടൊന്ന് കയറാമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ടൈലാണ്. ഒരു ടെക്സ്റ്ററുണ്ട് കേട്ടോ. ഇവിടെയും ഒരു ടെക്സ്റ്റർ വർക്ക് ഇവിടെയുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു ടെക്സ്റ്റർ വർക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും ഉണ്ട്. അതൊരു സ്റ്റെയറിൻ്റെ ഓളാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്തൊരു വർക്കിലേക്ക്, അടുത്തൊരു പുതിയൊരു സ്ഥലത്തേക്ക്, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി കാണാം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് പുതിയ പുതിയ വർക്കുകൾ കാണുക, പുതിയ പുതിയ വിശേഷങ്ങൾ അറിയുക ഞങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.